ഹായ് ഫ്രണ്ട്സ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കേരള യൂണിവേഴ്സിറ്റിക്കുള്ള വ്യത്യസ്ത കോളേജുകൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോളേജ് കാണിക്കുന്നതായിരിക്കും. കിട്ടിയിട്ടില്ല എങ്കിൽ സോറി, നമുക്കില്ല എന്നുള്ള കാര്യം അവിടെ കാണിക്കും. പക്ഷേ വിഷമിക്കേണ്ട, വരും അലോട്ട്മെൻറ്റുകളിലേക്ക് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന ഫീസ് അടച്ചുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കോളേജിൽ പോയിട്ട് നമ്മളുടെ പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററിയോ അഡ്മിഷൻ എടുക്കണം. ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പെർമനൻറ്റിനല്ലേ അത് ഇഷ്ടപ്പെട്ടത് തന്നെ ആയിരിക്കുമല്ലോ. താഴെയുള്ള ഏത് ഓപ്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് പെർമനൻറ്റോ ടെമ്പററിയോ അഡ്മിഷൻ എടുക്കാം. കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരാണെങ്കിൽ പെർമനൻറ്റ് എടുക്കാം, ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ഡിലീറ്റ് ആവും. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയതിൽ തൽപരരല്ല, ഇഷ്ടമില്ല, വേറെ ഹയർ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വരും അലോട്ട്മെൻറ്റുകളിൽ ഉയർന്ന ഓപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഫീസ് അടയ്ക്കാതിരിക്കുകയോ ഫീസ് അടച്ചിട്ട് കോളേജ് ജോയിൻ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ കിട്ടിയ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓപ്ഷൻ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ തന്നെ നിങ്ങൾ റദ്ദായിപ്പോവുകയും പുറത്തു പോവുകയും പിന്നീടുള്ള മെയിൻ അലോട്ട്മെൻറ്റുകൾ പങ്കെടുക്കാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാവില്ല. പിന്നീടൊരു ചാൻസ് യൂണിവേഴ്സിറ്റി തന്നാൽ മാത്രമേ കയറാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ കേൾക്കുന്ന കേരള യൂണിവേഴ്സിറ്റിക്കുള്ള ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചവരാണ് നിങ്ങളെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ലഭിക്കാത്തവരും വിഷമിക്കേണ്ട കാര്യമില്ല, വരും അലോട്ട്മെൻറ്റുകൾ കിട്ടും. കാരണം ഡിഗ്രിക്കുള്ള ആപ്ലിക്കൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ കോളേജും സീറ്റിനും ക്ഷാമവുമില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട കോളേജ് ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. കോളേജ് ജോയിനിങ് 19, 20, 21, 23 തീയതികളിലാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള വിമൻസ് കോളേജ്, അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജ്, ഇവിടെയൊക്കെ ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാം നടക്കുന്നത് കൊണ്ട് അവരുടെ കോളേജ് ജോയിനിങ് 20, 21 തീയതികൾ മാത്രമാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ നോക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എടുക്കുക, യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന ഫീസ് അടക്കുക. അതോടൊപ്പം ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും ആധാർ ID നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ആധാർ ID ഇപ്പോൾ കേന്ദ്ര സർവകലാശാലകളൊക്കെ മുന്നേ നിർബന്ധമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകളൊക്കെ നിർബന്ധമാക്കി വരികയാണ്. നിങ്ങൾക്ക് തന്നെ അത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഉള്ളവരാണെങ്കിൽ പ്രശ്നമില്ല. www.abc.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷന് അതും അത്യാവശ്യമായ കാര്യമാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. കിട്ടാത്തവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.